നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഭാഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആശയവിനിമയം നടത്താനും നമ്മുടെ ഇമോഷൻ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ലോകത്ത് സംസാര ഭാഷ മാത്രമാണോ ഉള്ളത്? അല്ല, നിരവധി ഭാഷകളുണ്ട്. ഇന്ന് നിരവധി സംസാര ഭാഷകൾ പഠിക്കാൻ ആളുകൾ ധാരാളം മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സംസാരത്തിലൂടെ അല്ലാതെ ആംഗ്യത്തിലൂടെയും നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആംഗ്യ ഭാഷകളെ കുറിച്ചാണ്. സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ സ്വപ്നങ്ങളും ആശയങ്ങളും ലോകത്തോട് പങ്കുവെക്കുന്നത് ആംഗ്യഭാഷകളിലൂടെയാണ്. ആംഗ്യഭാഷയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിനവും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ 23 ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ആംഗ്യഭാഷ, ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രത്യേകത, തീം, ചരിത്രം എന്നിവയാണ്. കേൾവിശേഷി നഷ്ടപ്പെട്ടവരുടെയും സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുടെയും ശബ്ദം ലോകത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ 23 ലോക ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നു. ആംഗ്യഭാഷയ്ക്ക് ആഗോളതലത്തിൽ പ്രചാരം ലഭിച്ചതോടെ കേൾവിശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വിഷമങ്ങളും ആശയങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. എന്താണ് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം? ആംഗ്യഭാഷയുടെ സംസ്കാരം, വ്യക്തിത്വം, പൈതൃകം എന്നിവയെ ലോകത്തിന് പരിചയപ്പെടുത്തുക, ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ 2018 ലോക ആംഗ്യഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കേൾവിശേഷിക്ക് ബുദ്ധിമുട്ടുള്ളവരുടെ കൂട്ടായ്മയായ വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡെഫ് ആണ് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 1951 സെപ്റ്റംബർ 23 വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡെഫ് സ്ഥാപിതമായത്. ഇതേ ദിവസം തന്നെയാണ് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നത്. 2017 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ ആശയം മുന്നോട്ട് വെക്കുകയും 2018 സെപ്റ്റംബർ 23 ആദ്യമായി ദിനം ആഘോഷിക്കുകയും ചെയ്തു. 2025 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ തീം എന്താണെന്ന് നോക്കാം. എല്ലാ വർഷവും അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നത് ഓരോ തീമിന്റെ അടിസ്ഥാനത്തിലാണ്. 2025 തീം ആംഗ്യഭാഷ നമ്മെ ഒന്നിപ്പിക്കുന്നു എന്നാണ്. ആംഗ്യഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നതിലൂടെ എല്ലാവരും തമ്മിൽ ഒരു തുല്യത ഉണ്ടാകും. 2018 മുതൽ 2025 വരെയുള്ള തീം ഒന്ന് നോക്കാം. 2018 വിത്ത് സൈൻ ലാംഗ്വേജ് എവരിവൺ ഈസ് ഇൻക്ലൂഡഡ് എന്നായിരുന്നു. 2019 സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് ഫോർ ഓൾ എന്നാണ്. 2020 സൈൻ ലാംഗ്വേജ് ആർ ഫോർ എവരിവൺ എന്നാണ്. 2021 വി സൈൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. 2022 സൈൻ ലാംഗ്വേജ് യുണൈറ്റഡ് അസ്. 2023 എ വേൾഡ് വെയർ സൈൻ പീപ്പിൾ എവരിവെയർ ക്യാൻ സൈൻ എനിവെയർ എന്നായിരുന്നു. 2024 സൈൻ അപ്പ് ഫോർ സൈൻ ലാംഗ്വേജ് റൈറ്റ്സ്. 2025 സൈൻ ലാംഗ്വേജ് യുണൈറ്റഡ് അസ് എന്നാണ് തീമുകൾ. ഇനി എന്താണ് ആംഗ്യഭാഷ? സാധാരണ സംസാര ഭാഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആംഗ്യഭാഷകൾ. ആംഗ്യഭാഷകൾ ഇന്ന് സാധാരണ ഭാഷകൾ പോലെ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. സംസാരശേഷിയും കേൾവിശേഷിയും നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ ആശയങ്ങൾ, വികാരങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ ലോകത്തോട് വിളിച്ചു പറയാനും ആശയവിനിമയം നടത്താനും സഹായിക്കുന്ന ഒന്നാണ് ആംഗ്യഭാഷ. സാധാരണ ഭാഷകൾ പോലെ അല്ല ആംഗ്യഭാഷകൾ ഉപയോഗിച്ച് ആളുകൾ അവരുടെ ആശയവിനിമയം നടത്തുന്നത്. അതിനായി കൈകളുടെയും വിരലുകളുടെയും ചലനങ്ങൾ, മുഖഭാവങ്ങൾ, ആംഗ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ലോകമെമ്പാടുമുള്ള 70 ലക്ഷം കേൾവിശേഷിക്ക് ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ആശയവിനിമയത്തിനായി വ്യത്യസ്ത തരം ആംഗ്യഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 300-ലധികം ആംഗ്യഭാഷകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ആംഗ്യഭാഷ ലോകവ്യാപകമായി ആഘോഷിക്കുന്നത്? ആംഗ്യഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക, ഡഫ് സമൂഹത്തിന്റെ സംസ്കാരത്തെയും വൈവിധ്യത്തെയും എടുത്തു കാണിക്കുക, കേൾവിശേഷിക്കും സംസാരശേഷിക്കും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക, അവരെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക, ആംഗ്യഭാഷകളുടെ സംരക്ഷണം, സമത്വം വളർത്തുക, ഭാഷാ വൈവിധ്യം അംഗീകരിക്കാനും ആംഗ്യഭാഷാ അവകാശങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കുക, കേൾവിശേഷിക്കും സംസാരശേഷിക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് മികച്ച തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആംഗ്യഭാഷാ ദിനത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നതിലൂടെ ഈ ലോകത്ത് ആംഗ്യഭാഷയ്ക്കും മറ്റു ഭാഷകൾ പോലെ പ്രാധാന്യം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. കൂടാതെ ആംഗ്യഭാഷയുടെ സൗന്ദര്യം, മൂല്യങ്ങൾ, പ്രത്യേകതകൾ എന്നിവ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാ ഭാഷകളും എല്ലാവരും സമൂഹത്തിൽ തുല്യരാണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാ ഭാഷകളെയും അവയുടെ മൂല്യങ്ങളെയും വളർത്താൻ ഓരോരുത്തർക്കും സാധിക്കണം. സമയം മലയാളം വാർത്തകൾ ഇനി
ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.